ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. മഴ ശക്തിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴയിലും അരുവികളിലും തോട്ടിലും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഏത് നിമിഷവും വന്നു കയറും. ഈ ഒരു സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന മക്കൾ പാരൻസിനോടാണ് പറയുന്നത്. സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെത്തിയോ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ സമയമായോ എന്നെല്ലാം പേരൻസ് തിരക്കിയിരിക്കണം. പേരൻസ് അറിയണം മക്കൾ എവിടെ പോകുന്നു എന്നൊക്കെ. മഴ പെയ്യുമ്പോൾ അവർക്ക് തോട്ടിൽ പോവാനും പുഴയിൽ പോവാനും അല്ലെങ്കിൽ അരുവികളിൽ നീന്താനും ചാടിക്കളിക്കാനും അമിതമായ മോഹമാണ്, അമിതമായ ആഗ്രഹമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ആഗ്രഹമാണ്. മഴ പെയ്യുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ നീന്താനോ കുളത്തിൽ ചാടാനൊക്കെ അവരൊരു ആഗ്രഹമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ മഴ ഇങ്ങനെ ശക്തിയായി വീഴുമ്പോൾ ശക്തമായ കാറ്റിലും മരം പൊട്ടി വീഴലും ലൈൻ കമ്പി പൊട്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. നമ്മളങ്ങനെ ഒരുപാട് വാർത്തകൾ കേട്ടതാണ്. ലൈൻ കമ്പി പൊട്ടി വീണു, ഇന്ന സ്ഥലത്ത് ഇന്ന കുട്ടി മരിച്ചു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു അപകടം നമ്മൾ ഒരിക്കലും വിളിച്ചു വരുത്താതെ മക്കളെ വീട്ടിൽ തന്നെ കഴിവതും സുരക്ഷിതമായി ഇരുത്താൻ ശ്രമിക്കുക. പേരൻസിന് മുന്നിൽ വെച്ച് ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇനിയൊരു അപകടം അങ്ങനെ വരാതിരിക്കാൻ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. കുട്ടികൾ തമ്മിൽ കൂട്ടം കൂടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകൂടുമ്പോൾ അവർക്ക് തോന്നും നമുക്കൊന്ന് പുഴയിൽ പോയാലോ അല്ലെങ്കിൽ കുളത്തിൽ പോയാലോ അരുവിയിൽ പോയാലോ തോട്ടിൽ പോയാലോ നീന്തി കളിക്കാം, മീൻ പിടിക്കാം. ഇതൊക്കെ അവരെ ആഗ്രഹമാണ്. പക്ഷേ അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയം ചിലപ്പോൾ മഴ ശക്തി പ്രാപിക്കുമ്പോൾ തോട്ടിലായാലും പുഴയിലായാലും അല്ലെങ്കിൽ കുളത്തിലാണെങ്കിലും മലമ്പാമ്പുകളൊക്കെ ഒലിച്ചു വരാറുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ മക്കൾ ചാടുമ്പോൾ ഈ ഒരു ഇഴജന്തുക്കൾ അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരിക്കലും മഴയുള്ള സമയത്ത് പാടത്തും തോട്ടിലും എല്ലാം വെള്ളമായി കിടക്കുമ്പോൾ മക്കളെ ഒരു കാരണവശാലും അയക്കരുത്, പുറത്തോട്ട് അയക്കരുത്. വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുക. എന്നാൽ നമുക്ക് മക്കളെ അവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും നമ്മളെ മക്കളാണോ എന്ന് നമ്മൾ സ്വയം മനസ്സിൽ ചോദിക്കാത്ത ഒരു രക്ഷിതാവ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത വരാതെ മക്കളെ എപ്പോഴും സുരക്ഷിതമായി വീട്ടിലിരുത്താൻ ശ്രമിക്കുക. മഴ പറഞ്ഞാൽ ഒരിക്കലും ആരെയും ശല്യം ചെയ്യാനോ ഒന്നും വരുന്നതല്ല. പക്ഷേ പ്രകൃതി ഒരുക്കുന്നൊരു പ്രതിഭാസമാണ് മഴയും വെയിലും. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പോൾ മക്കളെ ആ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ ഒരു കൂട്ടത്തിലേക്ക് വിടാതെ നമ്മൾ എപ്പോഴും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. മക്കളുള്ള പേരൻസിനോട് ഞാനിത് സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാലുക്കളായി സുരക്ഷിതമായി വീട്ടിലിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾ